ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തറവാടിൻ്റെ എപ്പിസോഡ് 2 ആയിട്ടാണ്. സോ ഞാൻ കുറച്ച് ദിവസത്തേക്ക് തറവാട് യൂട്യൂബിൽ ഇട്ടിട്ട് നമ്മൾ കുറച്ച് ഗ്രൈൻഡിങ് കാര്യങ്ങളെല്ലാം ആയിരുന്നു. സോ ഫൈനലി നമുക്ക് 300 സബ്സ്ക്രൈബേഴ്സ് ആവാറായിട്ടുണ്ട് ഗൈസ്. സോ താങ്ക്സ് ഫോർ ദ സപ്പോർട്ട്. ഇതേപോലത്തെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം ഗൈസ്. സോ നമ്മളിപ്പോൾ നിൽക്കുന്നത് 1KCW അങ്ങനെ പറയുന്ന ഒരു ബ്രോയുടെ ബേസിലാണ്. സോ ഒരു കിടിലം ബേസാണ് ഗൈസ്. ഇതാ ബ്രോയുടെ വീടാന്ന് പറയണ്ടേ. നമ്മുടെ സെർവറിൽ തന്നെയുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ മെഡിവൽ ഹൗസ് ഗൈസ്. സോ നിങ്ങൾക്ക് ഞാൻ ഈ വീടൊന്ന് ചുറ്റി കാണിച്ചുതരാം ഗൈസ്. സോ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരുടെ ഗൈസ് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ടു 400 സബ്സ്ക്രൈബേഴ്സ് ആണ് ഗൈസ്. സോ എല്ലാവരും സപ്പോർട്ടാക്കുക. ഇതാണ് ഗൈസ് ആ ബ്രോയുടെ വീട്. ഞാൻ ബേസ് പോലും ഉണ്ടാക്കിയില്ല. സോ പെർമിഷൻ ഇല്ല ഗൈസ്. ഉണ്ട് 1KCW. ഇത് ബ്രിട്ടോടെയും ബേസ് ചെയ്ത് തന്നെയാണെന്ന് തോന്നുന്നു. സോ ഇവിടെ സ്റ്റോറേജ് റൂമാണ്, ഫാം, ഫുഡ്, ബ്ലോക്സ്, അങ്ങനെ കുറേ ടൈപ്സ് ഓഫ് സ്റ്റോറേജ് ഇവിടെ കാണാം നമുക്ക്. പിന്നെ ഇവിടെ റൂമുണ്ട്. ഈ റൂമിൽ നമുക്ക് ഈ റൂം സ്മെൽറ്റിംഗ് റൂമാണ് തോന്നുന്നത്. പിന്നെ മേലോട്ടേക്ക് ഒരു ടവറുണ്ട്. ഇവിടെ ഒന്നും പണി കഴിഞ്ഞില്ല ഗൈസ്. ഇവിടെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അപ്പുറത്തെ റൂമുണ്ട് ഗൈസ്. ഇവിടെ എന്താ? ഇവിടെ ഫ്രെയിമോ? ഇത് വാല്യുബിൾസ് വെക്കുന്ന ഫ്രെയിമാണ് തോന്നുന്നത്. സോ മേലോട്ടേക്ക് പോയി നോക്കാം നമുക്ക്. ഇത് സെയിം വഴി തന്നെ ഗൈസ്. സോ മേലയിൽ പണി കഴിഞ്ഞില്ലല്ലോ, പിന്നെ ഞാൻ അങ്ങോട്ട് പോകണം. സോ ബെറി തട്ടി ഡാമേജ് ഇട്ട് വാങ്ങി. പിന്നെ ഇതാ ഗൈസ്, ഇവിടെ ഒരു കിടിലം ബ്രീഡർ ഉണ്ട്. സോ പിന്നെ ഇവിടെ വലിയൊരു ഫാമിംഗ് ഏരിയ നമുക്ക് കാണാം ഗൈസ്. വലിയൊരു ഫാമിംഗ് ഏരിയ ഇതുണ്ട്, ഇത്രയും വലിയൊരു ഫാമിംഗ് ഏരിയ. അപ്പുറത്തെ ഷുഗർ കെയിൻ, ഇവിടെ വീറ്റ്, എല്ലാം കൊണ്ട് ഒരു വലിയ റിച്ച് ബേസാണ് ഗൈസ്. ഞാൻ ഇതൊരു സ്റ്റാർട്ടർ ബേസ് പോലെ ഉണ്ടാക്കില്ല. ഇവിടെ നെതർ ഓപ്പണായി എൻഡ് വാർ എത്താനായി ഗൈസ്. സോ ഇവിടെ ഒരു അയൺ ഫാം ഉണ്ട് ഗൈസ്. ഇതാ 2 അയൺ ഫാം ഉണ്ട് ഗൈസ്. സോ ഇവർ അയൺ ഷോപ്പ് ഇടാനാണ് ചാൻസ് കൂടുതൽ. പിന്നെ ഇതെന്തോന്നാ? XP ഫാമിൻ്റെ പണിയും കഴിഞ്ഞോ? ശേടാ. സോ നമുക്ക് എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടാക്കണം. സോ ഇത് അവരുടെ XP ഫാമാണ്. നമുക്കിവിടെ MLG ചെയ്താലോ ഗീസ്. മൂഞ്ചുവാ. ജസ്റ്റ് വലിയപ്പോൾ ചത്ത തന്നെ ഹാഫ് ഹാർട്ട്. സോ നമ്മുടെ പുരോഗതി എന്താണെന്ന് വെച്ചാൽ ഗീസ്, ഇത് കണ്ട ആകെയുള്ള സംഭവങ്ങൾ ഇതൊക്കെയാണ്. നമ്മൾ ഒരു സംഭവം സെറ്റാക്കിയില്ല. ഒരു സംഭവം സെറ്റാക്കിയില്ല. എന്തോ പറയാനാ ഗീസ്. സോ സർവറിൽ കുറച്ച് ബഗ്ഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അതെല്ലാം മാറ്റി വരുമ്പോഴത്തേക്ക് എനിക്ക് സർവറിൽ കളിക്കാൻ ടൈം കിട്ടിയില്ല, അതാണ്. സോ ഇവിടെ ഇതെന്താ സംഭവം? ഇത് പിള്ളേരെന്തോ സംഭവം സെറ്റാക്കിയതാണ്. ഇതിപ്പോൾ സർവറിൽ ആരൊക്കെ ഉണ്ട് നമ്മുടെ ഗൈസ്? സോ എൻ്റെ സ്കിന്നൊക്കെ പോയി, സ്കിന്നൊക്കെ തിരിച്ചെടുക്കണം ഗൈസ്. നമുക്ക് മാഡിൻ ബ്രോയുടെ അടുത്ത് പോകാം ഗൈസ്. ബ്രോയുടെ ബേസും അത്യാവശ്യം റിച്ച് ബേസാണ് ഗൈസ്. മാൽഡിനല്ലേ? ഓക്കെ ഗൈസ്. സോ ഞാൻ എല്ലാവർക്കും റിവാർഡും കാര്യങ്ങളും കൊടുക്കുകയാണ് ഗൈസ്. സോ നിങ്ങൾക്ക് ഇവിടെയൊക്കെയാണ്. ഞാൻ ഇപ്പോൾ ക്രിയേറ്റീവ് ഒന്ന് മാറിയേ ഉള്ളൂ. സോ ക്രിയേറ്റീവ് ഞാനൊന്നും എടുത്തില്ല ഗൈസ്. ക്രിയേറ്റീവ് ഞാൻ എല്ലാവർക്കും നെതർ ഇവൻറ്റിൻ്റെ റിവാർഡ്സും കാര്യങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ അതൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി സോ നമുക്ക് എന്തെങ്കിലും ഒരു അപ്ഡേറ്റ്സ് ഉണ്ടാക്കണം. സോ ഇതാണ് മാൾഡിൻ ബ്രോയുടെ ബേസ്. സോ മാൾഡിൻ ബ്രോയുടെ ടീം ഇവിടെ ഫുള്ള് പുരോഗതിയാണ് ഗൈസ്. ഉണ്ട് അവിടെ ഒരു XP ഫാം, ഇവിടെ ഒരു പോർട്ടൽ, 4 ഭാഗത്തും 4 വീട്. അവരുടെ ടീം ബേസിൻ്റെ പണി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഒരു ബ്രിഡ്ജ്, ഒരു കിടിലം ബ്രിഡ്ജ് ഗൈസ്. സോ ഞാനൊരു കാര്യം പറഞ്ഞത് ഗൈസ്, ഈ കാണുന്ന ഡയമണ്ട് സോഡ് ഇട്ടിട്ട് ഈ ഡയമണ്ട് ചെസ്റ്റ് പ്ലേറ്റ് വരെ നമ്മുടെ ഓട്ടക്സിനെ ഞാൻ പൊക്കിയതാണ്. ഈ ഡയമണ്ട് പൊട്ടി ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് ഗൈസ്. സോ ഇത് ഓരോന്നും കാണുന്നത് ഓരോ ബേസിൽ നിന്ന് ഞാൻ പൊക്കിയതാണ്. സോ അവിടെ ഇവരെ ടീം ബേസിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. മാൾഡിയൻ ലെഫ്റ്റായി. ഇതാണ് അവരുടെ ടീം ബേസ്. സോ ഞാൻ സസ്പെൻസ് പണിക്കുന്നില്ല. നമുക്ക് അത് വർക്ക് കഴിഞ്ഞിട്ട് നമുക്ക്
അതിലോട്ട് പോയി. ഇതാരുടെ ബേസാ? ഇനി ഇങ്ങോട്ടൊന്നും വന്നില്ല ഗൈസ്. സോ തോന്നുന്നു മിച്ചൂടെ ബേസാണെന്ന് തോന്നുന്നു. സോ നമുക്കറിയില്ല, ഒരു കിടിലൻ ബേസാണ് ഗൈസ്. സോ നമ്മുടെ ശ്രുതി അണ്ണൻ്റെ ആ ഒരു ടീമിൽ പിടിച്ചാണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് സ്റ്റാർട്ടർ ബേസാണ് ഗൈസ്. സ്റ്റാർട്ടർ ബേസ് വരെ ഇത്ര പൊളിയാക്കിയിട്ടുണ്ടായില്ല. ഇവരുടെ ടീം ബേസ് എന്താവും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സ്റ്റാർട്ടർ ബേസ് തന്നെ ഇത്ര പൊളിയാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ടീം ബേസ് പറയാനില്ല ഗൈസ്. സോ അവിടെ എന്തോ ഒരു വീടും കൂടിയുണ്ട്. അതാരുടെ വീടാണെന്ന് എനിക്കറിയാം. സോ മിക്കവാറും മറ്റേ നാഹിൽ മറ്റേ ഈഗോ മാസ്റ്ററിൻ്റെ വീടാവാനാണ് ചാൻസ്. സോ ഗൈസ് ഇതൊരു ചെറിയൊരു പീസാണ് ഗൈസ്. ചെറുതാണെങ്കിലും കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഓ, ഇവിടെ ഒരു മൈനിങ് ഏരിയ സെറ്റാക്കിയിട്ടുണ്ട്. സോ ഇതാരെ ബേസ്? നാഹിലി ബ്രോഡിയാണെന്ന് തോന്നുന്നു. നാഹിലി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈഗോ മാസ്റ്റർ ഗീസ്. ഈഗോ മാസ്റ്ററിൻ്റെ ബേസാണ് തോന്നുന്നത്. തുറക്കാൻ പറ്റാത്ത ഗീസ്. ഓ, പിങ്ങാണ് ഗീസ്. സോ ഒരു കിള്ള ബേസാണ് ഗീസ്. സോ ഫുള്ളും ജനൽ, ഫുള്ള് ഗ്ലാസ് വെച്ചിട്ട്, പകുതി മുക്കാൽ ഗ്ലാസ് വെച്ചിട്ടാണ് ഗീസ് ഇവർ. ഓ, പിങ് ഗീസ്. സോ എൻ്റെ നെറ്റിൻ്റെ പ്രോബ്ലമാണത്. മെൽഡിങ് പ്രോഡക്റ്റ് പറയട്ടെ. സോ നമുക്ക് XP ഫാമിലൊക്കെ ഒന്ന് പോയി നോക്കാം ഗൈസ്. പറ്റുമെങ്കിൽ കുറച്ച് XPയും കൊണ്ട് ഇവിടുന്ന് പോവാം. സോ നമ്മൾ ഇന്ന് എന്തോന്ന് പണി ചെയ്യും ഗൈസ്. വീഡിയോ ഒക്കെ അത്യാവശ്യം ലെങ്താ. ഓ, ഇതാ ഗൈസ്, ഇവിടെ ഒരു ബ്രീഡറും കൂടി ഉണ്ട്. സോ ഇവർ അയൺ ഫാം ഉണ്ടാക്കിയില്ലാന്ന് തോന്നുന്നു. അയൺ ഫാം കൂടി ഉണ്ടാക്കിയ ഒരു കിടിലൻ ബേസാണ് ഗൈസ് ഇത്. ഇവിടെ ഒരു ബ്രീഡർ ഉണ്ട്, പിന്നെ ഒരു XP ഫാം ഉണ്ട്. വെയിറ്റ് ഗൈസ്, ഞാൻ കുറച്ച് എടുത്ത് വെച്ചിന് എഡിറ്റ് ചെയ്യണം. സോ ഇനി ഗൈസ് ഓൺലൈനിലുള്ള ഇനി ആരാ? സ്നൂക്കാണ് ഓൺലൈനിലുള്ള സ്നൂക്ക് ഗൈസ്. സ്നൂക്കിൻ്റെ ബണ്ണി ഓൺലൈനിലുണ്ടല്ലോ ഗൈസ്. നമുക്ക് ബണ്ണിയുടെ വേൾഡിൽ കയറിയാലോ. സ്നൂക്കിൻ്റെ ബേസ് നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ വിസിറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ വീഡിയോ ഒക്കെ അത്യാവശ്യം ലെങ്തായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ വീഡിയോയിലൊക്കെ ഇഷ്ടപ്പെട്ട് തന്നെ കരുതുന്നു ഗൈസ്. സോ കഴിഞ്ഞ വീഡിയോയിലൊന്നും നിങ്ങളുടെ സപ്പോർട്ട് വളരെ കുറവായിരുന്നു. ഞാൻ സൈറൻ ഹെഡിൻ്റെ ഒരു ഹൊറർ വീഡിയോ ഇട്ടായിരുന്നു. സോ അതിൽ നിങ്ങളുടെ സപ്പോർട്ട് കുറച്ച് കുറവായിരുന്നു ഗൈസ്. ഓ, ഡയറക്റ്റ് നെതർ ഫോർട്ടസ് ഗൈസ്. സോ ഇവർ എൻഡ് വാർ തൂക്കാൻ ചാൻസ് ഉണ്ട് ഗൈസ്. സോ എൻഡ് വാർ തുടങ്ങിയ സമയത്ത് തന്നെ ചിലപ്പോൾ ഇവർ ഡ്രാഗനെ ഇവരെ ബേസിൽ എത്തിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഞാൻ എന്തായാലും അവരുടെ നെതർ ഫോർട്ടസ് ഞാൻ കയറുന്നില്ല. സോറി, ഞാൻ വിചാരിച്ചത് എന്തായാലും തിരിച്ചെത്താത്ത. സോ ബണ്ണി ബ്രോ കളിക്കണം ഗൈസ്. ബണ്ണി ബ്രോ ഇപ്പോൾ ലൈവാണ്. ഓ, നെറ്റ് പ്രോബ്ലമാണ് ഗൈസ്. ഈ വൈഫൈ BSNL ആയതുകൊണ്ട് ഗൈസ്. സോ ഗൈസ്, നമുക്കിനി ബണ്ണി ബ്രോയുടെ വീട്ടിലൊന്ന് കയറാൻ പറ്റുമോ നോക്കാം. അപ്പോൾ ഞാൻ ഇതേ വിറ്റ് ഗൈസ്, ബണ്ണി ബ്രോ മെഗാ SMB കളിക്കണമാണ് ഗൈസ്. സോ ഞാൻ എന്തായാലും ഇപ്പോൾ അതിൽ കളിക്കാനില്ല. സോ നമുക്ക് ഇവരുടെ മൈനിങ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഗൈസ്. ഓ, വലിയ പുരോഗതിയൊന്നുമില്ല മൈനിങ് ഏരിയയിൽ. സോ ഇതൊരു ബീച്ച് സൈഡാണ് ഗൈസ്. ബീച്ച് സൈഡായതുകൊണ്ട് സോ അടിയിൽ വാട്ടർ ആയിരിക്കും. സോ അതായിരിക്കും അവർ വലുതായിട്ട് മൈനിങ് ചെയ്യാതിരുന്നത്. നമുക്ക് സ്പോണിൽ വല്ല പുരോഗതി ഉണ്ട് ഗൈസ്. അയ്യോ, ഇങ്ങനെ ചെറിയ കാര്യമില്ല. /home spawn. സോ ഇതാണ് നമ്മുടെ സ്പോൺ. കാണിച്ചെന്നാണ് എനിക്കറിയില്ല. സോ ഇതാണ് നമ്മുടെ സ്പോൺ. സോ മുമ്പിൽ തന്നെ ഒരു വലിയ നെതർ പോർട്ടലുണ്ട്, ഒരു ട്രെയിൻ ഉണ്ട്, പിന്നെ ഇവിടെ കുറച്ച് ചെറിയ ചെറിയ ബിൽഡും കാര്യങ്ങളൊക്കെ നമ്മൾ വോർട്ടക്സ് സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. സോ ഈ സ്പോൺ അധികം ബിൽഡാക്കിയത് ഈ വോർട്ടക്സ് ആണ്. നമ്മുടെ വോർട്ടക്സ്, ബ്രിട്ടോ, F ഗെയിമിങ്, സ്റ്റെല്ലർ ഇവരൊക്കെയാണ് ഈ സ്പോണ് ഇത്ര ബ്യൂട്ടിഫുള്ളായിട്ട് ബിൽഡാക്കി വെച്ചത്. സോ
സോ അവരോട് സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. ഇതൊരു ചെറിയൊരു ഡീറ്റെയിലിംഗ് ഫാമിംഗ് ഏരിയ ഗൈസ്. ഇതെന്തോന്ന് സംഭവം? ഓ, ഒരു കിണർ. പിന്നെ ഇവിടെ ചെറിയൊരു പോണ്ട് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെന്തോന്ന് ഗൈസ്, പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ബാണ് സെറ്റാക്കിയിട്ടുണ്ട്. ബാൺ. സോ ഇത്രയേ ഉള്ളൂ. ഇനിയുണ്ട് ഗൈസ് നമ്മുടെ ഷോപ്പിംഗ് ഏരിയൻ്റെ മറ്റേ പ്ലോട്ട് ആ സംഭവം ബുക്കിങ് തുടങ്ങിയിട്ടുണ്ട്. സോ പ്ലേസെല്ലാം ബുക്ക് ആയിക്കൊണ്ടിരിക്കുക. സോ ഈ പാത്ത് സ്ട്രെയിറ്റ് അങ്ങ് പോകും ഗൈസ്. സ്ട്രെയിറ്റിൽ കുറച്ച് വളവന്തിരിയൊക്കെ ഉണ്ടാവും. സോ അതിപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. സോ മഷ്റൂം ആയതിനുവേണ്ടി കുഴപ്പമില്ല ഗൈസ്. അവിടെ വേറെ മോബ്സൊന്നും സ്പോൺ ആവില്ല. സോ എൻ്റെ ഒരു ബെഡും ഇല്ല ഗൈസ്. ഇവരൊക്കെ ഇവിടെ ക്ലെയിം ആക്കിയിട്ടുണ്ട്. ബെഡില്ല, നമുക്കിവിടെ കിടന്നുറങ്ങാനും പറ്റില്ല. വാക്സ് ഉണ്ട് ഗൈസ്. വാക്സിൻ കുറച്ചും കൂടി ക്രീപ്പ് നിൽക്കുകയാണ് അവിടെ. അപ്പോൾ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്തേം കൂട്ടുകാരുണ്ട് ഗൈസ്. ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ടു 400 സബ്സ്ക്രൈബേഴ്സാണ് ഗൈസ്. എല്ലാവരും സപ്പോർട്ടാക്കുക. അപ്പോൾ ബൈ ഗൈസ്, അടുത്ത ഒരു എപ്പിസോഡിൽ കാണാം.